Audience. എന്തിനാ പേടിക്കേണ്ട കാര്യമുണ്ട്? ഞാൻ താഴെ ഇറക്കാം. ആ തുമ്പത്ത് നിൽക്കുന്ന ഒരു 3-4 മാങ്ങയുടെ പറിച്ചിട്ട് താഴെ ഇറങ്ങിക്കോ. അറിയല്ലേ ചക്ര ഇത്ര മഞ്ചു പിടിച്ചിട്ട് ഇത്ര മുട്ടായി പിടിച്ചിട്ട് പ്ലീസ് 4 മാങ്ങയുടെ ഐസ്ക്രീം പറിച്ചിട്ട് ഇനി ഇറങ്ങിക്കോ. എന്തായാലും പാടുവിട്ട് കേറിയല്ലോടാ. എന്താടാ അന്നേരം പറഞ്ഞല്ലേ നിന്നോട് അവന് മാങ്ങ പഴുത്തത് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പറിച്ചു കൊടുക്കാന്ന്. അപ്പൊ അവൻ പറഞ്ഞു അവൻ മോഗിളി അവൻ പറന്ന് കയറി പറിക്കാന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ചാടി കയറി. ഈ റൊണാൾഡോ പറഞ്ഞു മാങ്ങ പറിക്കാൻ. അപ്പൊ ഞാൻ പറ്റൂലെന്ന് പറഞ്ഞു. അപ്പൊ റൊണാൾഡോ പറഞ്ഞു വലിയവര് പറയണത് കേൾക്കണമെന്ന്, ഇല്ലെങ്കിൽ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. മക്കള് വാ അമ്മയുടെ പൊന്നു വാ. ഇറങ്ങാൻ പറ്റില്ല. എന്ത് ചെയ്യും എനിക്ക് പേടിക്കണ്ട പേടിക്കണ്ട. അമ്മ ഇവിടെ ഉണ്ട്, വീഴൂല കേട്ടോ. അമ്മ ഇവിടെ ഉണ്ട്. കൊച്ചിനെ വീഴൂല വീഴൂല. അമ്മ പിടിച്ചോളാം. ഓ എന്റെ റൊണാൾഡോ, നീ കൊച്ചിനെയും കൂടെ ഇറക്കിത്താ. അമ്മയുടെ പൊന്നു വന്നു. എടോ എടാ ഇങ്ങനെയാണോ പിള്ളേരെ നോക്കണത്? ഇങ്ങനെയാണോ പിള്ളേർ? നിനക്ക് മാങ്ങ ഇത്ര മാത്രം കൊതിയായി കിടക്കുവാണോ? ഞാൻ പറഞ്ഞപ്പോ എന്നെ വകവെക്കാതെ ചാടി കേറിയല്ലോടാ നീ. ആണോടാ? അല്ല, ഇവൻ പറഞ്ഞിട്ടല്ലേ കേറിയത്? വരട്ടെ, കനകനൊക്കെ വരട്ടെ, ശരിയാക്കി കൊടുക്ക. ആ കൊച്ചു അതിന് വീണായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ റൊണാൾഡോ? ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുമല്ലോ, കൈ കൊണ്ട് കോരി. എങ്ങനെ നിക്കുന്നു? ഇനി മേലാൽ ഇവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് പറയണം കേട്ടാ. ഓ അല്ല പിന്നെ കൊച്ചിന് ആദ്യം പിടിച്ചു പോയി ഞാൻ. ആ പിന്നെ പറ്റിപ്പോയി. അതല്ല, അതിനുള്ളത് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. നീ കഴിഞ്ഞ ആഴ്ച ആരുടെ ബൈക്കിന്റെ എന്താ മിററോ എന്തോ മേടിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് 3000 രൂപ എന്റെ മേടിച്ചില്ലേ? ആ അതെനിക്ക് ഇന്ന് തരണേ. ആ വണ്ടി പണിഞ്ഞു വെച്ചേക്കുന്നുള്ള അവര് കൊണ്ടുപോയില്ല. അതെന്നാ അവരോട് വന്ന് എടുക്കാൻ പറ. അല്ല അവര് കൊടൈക്കനാലോ പഴനിലും കണ്ടു പോയിട്ട് വന്നിട്ട് അത് പറയാൻ പറ്റില്ല. എനിക്ക് പിറ്റേ ദിവസം തന്നോന്നും പറഞ്ഞാ നിനക്ക് ഞാൻ പൈസ തന്നത്. ഒരാഴ്ചയായി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു അത്. എനിക്ക് പൈസക്ക് അത്ര അത്യാവശ്യം. നീ കളിക്കല്ലേ. അല്ല അങ്ങനെ പറഞ്ഞ അങ്ങനെ എങ്ങനെയും പറയണ്ട. മോന്റെ ചെരുപ്പ് എന്തിയെ എടുത്തിട്ട് എങ്ങനെ പറഞ്ഞാ പറ്റൂലെന്ന്? അവരില്ലാതെ അവരോട് എങ്ങനെ ചോദിക്കുന്നത്? അവര് എടാ എനിക്ക് അപ്പൊ ഞാനില്ലാതാവുമ്പോ ഞാൻ എന്ത്? എനിക്ക് പൈസ വേണം. നിങ്ങളുടെ പെൺപുലിയിലെങ്ങാനും ഉണ്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. വാ. അല്ല സുരിച്ചേച്ചിയുടെ ഒന്നും മേടിയില്ല. ഞാൻ ഗ്യാരണ്ടി പറയാം. ഓ എന്താണ്? ഓ ഒന്നും പറയണ്ട പൊന്നെ. ഞാൻ മേല് കഴുകുമായിരുന്നു, പകുതി കിട്ടിട്ട് ഓടിയതാ ഒച്ച കേട്ടിട്ട്. എന്ത് പറയടാ? എന്താന്ന്? ഈ റൊണാൾഡോ എന്നെ മാവിൽ കേൾപ്പിച്ച്. എന്നിട്ട് എനിക്ക് പേടിയായി. ഇറങ്ങാൻ പറ്റിയില്ലേ കുഞ്ഞിന്? ഇല്ല. എന്തിനാ കുഞ്ഞ് റൊണാൾഡോ അച്ഛൻ പറഞ്ഞപ്പോ കേറാൻ പോയത്? അത് റൊണാൾഡോ പറഞ്ഞ് നമ്മൾ വലിയവര് പറയുമ്പോ കേക്കണം, ഇല്ലെങ്കിലേ ഫ്രണ്ടിലൊക്കെ പല്ല് പോകുന്ന് പറഞ്ഞു. അയ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയവര് പറഞ്ഞാ കുഞ്ഞിനൊന്നും പറ്റൂല കേട്ടാ. കേറാൻ നിക്ക്. അച്ചാച്ചൻ എന്തിന്റെ സൂക്കേടാണ്? പേടിച്ചു പോയി. ഞാൻ നോക്കുമ്പോ അതിന്റെ മണ്ടേ പോയിരിക്കുന്നു. ദൈവ ശിക്ഷിക്കും മുമ്പിലത്തെ പല്ല് പോകുന്നൊക്കെ പറഞ്ഞു. വീണിരുന്നെങ്കിലോ? അതൊരു വർത്താനല്ലേ പെണ്ണെ? എന്റെ കുഞ്ഞിനെ കൂട്ടാനല്ലേ ഇവനും? അതോ ഒരു പക്ഷെ അവൻ സ്ലിപ്പ് വീണാലും രണ്ടപ്പോലുള്ള ഈ ബോഡി നല്ല വീഴുന്നത്. അവൻ എന്തായാലും പറയാൻ സമ്മതിക്കും? എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ മുട്ടായിത്തി പറയും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പൈസക്ക് ആവശ്യം വന്നു. നിങ്ങൾ വന്നില്ലായിരുന്നു ഈ മാങ്ങ മൊത്തം ചന്ത കൊണ്ട് നിങ്ങൾക്ക് വേണ്ട പൈസ ഉണ്ടാകുന്നത്. ആര് പറിക്കും മാങ്ങ? കൊച്ചിനെ കൊണ്ട് പറിപ്പിക്കുവോ? തുഞ്ചത്തിരിക്കുന്നത് താഴേക്കുന്നത് ഞാൻ പറയും. അത് കുഞ്ഞുങ്ങളെ കൊച്ചിലെ ഓരോ ജോലികൾ ചെയ്ത് പഠിപ്പിക്കണ്ടേ ലിലി? 3000 രൂപ എന്റെ നാളെ തരാന്ന് പറഞ്ഞു. തരാൻ പറയണ. 1000 രൂപ വാങ്ങിച്ചായിരുന്നു. നിന്റെ കയ്യിൽ എന്തിനാ മേടിച്ചത്? മറ്റേ ബൈക്കിന്റെ കണ്ണാടി മാറാൻ വേണ്ടിട്ടാണ്. 2000 ചോദിച്ചത്, പക്ഷെ എന്റെ 1000 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 1000 കൊടുത്ത്. എടി ഒന്ന് തരാൻ പറയടി, എനിക്ക് അത്യാവശ്യം. വാ ഇങ്ങോട്ട്. 3000 ചേർത്ത് 1000 എന്റെ 4000 അച്ചടിക്ക് ഇട്ടിട്ടുണ്ട്. ഉണക്കി കൊണ്ടുവരാം. എന്നിട്ട് ഇങ്ങോട്ട് കയറിയാ മതി കേട്ടാ. പടങ്ങാളെ വരും. ഇപ്പൊ കിട്ടും 4000 രൂപ. അമ്മ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നത്? ഓ തള്ളയായി പോയില്ലേ, വിഷമിക്കാതിരിക്കാനോ? കാലത്ത് അതാ എന്റെ വിധി. എന്താന്ന്? ഒന്നുമില്ലേ, കാര്യം പറയാമേ. എന്റെ കൊച്ചിന് എന്നൊരു സമാധാനം കിട്ടുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏത് കൊച്ചിന്? എനിക്കാ? ഞാൻ അവളെ കാര്യമോ പറഞ്ഞത്? ചേച്ചിക്കാ? പിന്നെ അല്ലാതെ ആർക്ക്? ചേച്ചിക്ക് എന്താ ഇത്ര വിഷമം? അവളെ മുഖത്തൊരു സന്തോഷം നിങ്ങൾ ഇന്നുവരെയെങ്കിലും കണ്ടിട്ടുണ്ടാ? കാരണക്കാരി ആരാ? അവള് തന്നെ. അവള് തിരഞ്ഞെടുത്ത ജീവിതം നമ്മൾ തിരഞ്ഞെടുത്ത ജീവിതമാണ് എടുത്തത് അല്ലല്ലോ.
ആളുകൾ നാണം കിട്ടില്ലേ? ഇതിപ്പോ വർഷം കുറെ ആയില്ലേ ഈ കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ ഈ വിഷമത്തിന്റെ കാര്യം പറയണേ എന്തിനാ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. എപ്പൊ നോക്കിയാലും അതിന്റെ മുഖം ദുഃഖത്തിന്റെ ഇത് തന്നെയാണ്. ഇപ്പൊ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയിരിക്കുന്നു. അമ്പലത്തിൽ പോകാനല്ലേ പ്രാർത്ഥിക്കണ്ടേ? എടാ അതൊന്നുമല്ല, കൊച്ചിനെ പള്ളിക്കൂടത്തിലാക്കണ്ടേ? യൂണിഫോം വാങ്ങിച്ചിട്ടില്ല, പള്ളിക്കൂടത്തിൽ ഫീസ് അടയ്ക്കണ്ടേ നേരത്തെ കുറച്ച്? അമ്മടുത്ത് പറഞ്ഞ അമ്പലത്തിൽ പോയ അതിനല്ല, ഇതൊക്കെ അടയ്ക്കണ്ടേ? കയ്യിൽ പൈസ ഇല്ലാത്തതിന് അമ്പലത്തിൽ പോയിരിക്കുന്നെന്നാ ഞാൻ ഈ പറഞ്ഞത്. അതിന് ക്ലീറ്റോ ചേട്ടൻ ഉണ്ടല്ലോ, ക്ലീറ്റോ ചേട്ടൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഉള്ളപ്പോ അവന് അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ കൊടുക്കുന്നത്. പിന്നെയാണ് ഇനി ദൂരെ പോയി കടന്നിട്ട് കൊടുക്കാം. അമ്മ അവൾക്ക് എന്തെങ്കിലും ആവശ്യം അവൾ എന്നോട് ചോദിക്കൂലേ? എന്നോട് ചോദിച്ചാ പോരെ? എടാ അവളും ഒരു മനുഷ്യ സ്ത്രീയല്ലേ, ഇവിടത്തെ കാര്യം അവൾക്കും അറിഞ്ഞൂടെ? പിള്ളേർ വലുതായി വരുന്നത്, ഇവിടത്തെ പിള്ളേർക്ക് ബുക്ക് വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം. ഇവിടത്തെ പിള്ളേർ രണ്ടും വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്കുള്ള ആവശ്യങ്ങൾക്കൊപ്പം തന്നെ മുത്തിന്റെ കാര്യം ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ടായിരുന്നില്ലേ? അപ്പൊ എന്താ? അത് ശരിയായിരുന്നു. അയ്യോ അത് പറഞ്ഞപ്പോൾ ഓർത്തത്, ബുധനാഴ്ചയാണ് നല്ലൂന് സ്കൂളിൽ ബുക്ക് വാങ്ങിക്കാൻ പോകേണ്ടത്. ബുക്കിന്റെ കൂടെ യൂണിഫോം കിട്ടും. അന്ന് തന്നെ സയ്യൂന്റെ കൂടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഒറ്റ പോക്കിൽ വാങ്ങിച്ചുകൊണ്ട് പോരാ. പിന്നെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ട, അവിടെ എങ്ങാണ്ടുള്ള വേറൊരു കട ഉണ്ടായിരുന്നല്ലോ, അവിടെ നിന്നാണ് യൂണിഫോം എടുത്തത്. ഒരു അലക്കിൽ തന്നെ തുണിയുടെ എല്ലാം ഇങ്ങനെ പൂടൊക്കെ പൊങ്ങി വരുമായിരുന്നു. അവിടെ നിന്ന് എടുക്കേണ്ട, സ്കൂളിൽ നിന്ന് കുറച്ച് വില കൂടിയാലും സ്കൂളിൽ നിന്ന് തന്നെ വാങ്ങിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിഫോം അവർക്ക് ഇടാൻ പറ്റത്തില്ല, അവൾ ഭയങ്കരമായിട്ട് പൊക്കം വെച്ചിരിക്കുകയാണ്. പിന്നെ നോട്ട്ബുക്ക് അവിടെ നിന്ന് വാങ്ങിക്കേണ്ട, നമുക്ക് ലുലു മാളിൽ എങ്ങനെ പോയി വാങ്ങിക്കേണ്ട. അപ്പൊ മറ്റേ വാട്ടർ ബോട്ടിലും ടിഫിൻ ബാഗും എല്ലാം അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോരാ. ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം അവിടെ നിന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്റെ കൊച്ചിന്റെ മുഖത്ത് സന്തോഷം ഞാൻ കണ്ടിട്ട് കുറെ നാളായി. പിള്ളേർ വലുതായി വരുന്നത്, അതിന് ചിന്തയുണ്ട്. ചെലവ് കൂടി വരികയല്ലേ, അത് എവിടെ കൊണ്ടിട്ടുണ്ടാക്കും ഇതെല്ലാം കൂടെ? അമ്മ ഇങ്ങനെ ചേച്ചിക്ക് ഇത്രയും വിഷമമില്ല, അമ്മയാണ് കിടന്ന് വിഷമിച്ചോണ്ടിരിക്കുന്നത്. ചേച്ചിയെക്കാളും വിഷമം എനിക്ക് എന്റെ അമ്മൂമ്മ തള്ളയ്ക്കാ കൂടുതൽ വിഷമം. കൊച്ചുമക്കൾ അമ്മയ്ക്ക് അങ്ങോട്ട് ചോദിക്കാറുന്നില്ലേ, എടി നിനക്ക് പൈസ വല്ലതും വേണമെന്ന് ചോദിക്കാറുന്നില്ലേ? ചോദിച്ചാ അമ്മ. അവൾ അഭിമാനിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊതിഞ്ഞ് കൊണ്ടു നടക്കും. ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത്? അവൾ ആകെ നാണക്കേടല്ലേ അവൾക്ക്. പൊതിയാവുന്നിടത്തോളം അവള് പൊതിഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ നാണക്കേട് വെച്ചോണ്ടിരുന്ന കാര്യങ്ങൾ നടക്കണ്ടേ അമ്മേ? എന്തിനു നാണക്കേട്? ആങ്ങളോടൊക്കെ അല്ലേ ചോദിക്കണത്? അതിനവിടെ അന്വേഷിച്ചിട്ട് കണ്ടില്ല. വിളിക്കായിരുന്നില്ലേ? കഥയെല്ലാം മാലത്തി തുറന്നിട്ടിരിക്കല്ലേ? നിധി ഇരിക്കല്ലേ എടുത്തിട്ട് പോവാൻ. നിധി ഇവിടെ നിൽക്കല്ലേ? അയ്യോ അയ്യോ, പോണ്ടേ നിനക്ക്? പോണ്ടേ? പോണം. ഭക്തിയെ ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ജംഗ്ഷനിൽ നിൽക്കുന്നവരൊക്കെ പറഞ്ഞിട്ട്. മോളിലിരിക്കണമെന്ന് വിചാരിക്കാതെ വല്ലതും നടക്കുമോ മോനെ? ആവശ്യം വരുമ്പോഴല്ലേ അങ്ങോട്ട് പോകാനും. പിന്നെ അതൊക്കെ നിന്റെ തോന്നല. നമ്മളെപ്പോഴും ദൈവത്തിനെ വിളിച്ചോണ്ടല്ലേ നടക്കണേ. എന്തായിരുന്നു ഇപ്പോഴത്തെ ആവശ്യം? ഒരാവശ്യമില്ല, വെറുതെ അമ്പലത്തിൽ പോകാൻ തോന്നി അമ്പലത്തിൽ പോയി, അത്രേ ഉള്ളു. എന്താടാ ഇറക്കാ? എടീ കൊച്ചിന്റെ ഇത് അടച്ചാ? സ്കൂളിൽ പൈസ കാര്യങ്ങളൊക്കെ അടച്ചാ? അടച്ചിട്ടില്ല, അടയ്ക്കണം. പൈസ ഉണ്ടായി? ഓ, പൈസ ക്ലീറ്റ് അയച്ചു തന്നായിരുന്നല്ലോ. പിന്നെ ഒന്ന് പോവാത്ത നീ ബുക്കും സാധനമൊക്കെ മേടിക്കാനായിട്ട്? ഇപ്പോഴേ മേടിച്ചു നോക്കണേ എന്തിനാ? സമയത്ത് നടന്ന് ഭയങ്കര തിരക്കായിരിക്കൂലേ? അല്ല, ഞാൻ 2 ദിവസത്തിനുള്ളിൽ പോവാന്ന് വിചാരിച്ചു, ഫ്രീ ആയിട്ട്. നീ മേടിച്ചാ? ഞാൻ പോവും. എപ്പോ പോണ്? നാളെ മറ്റന്നാളെ പോവും. വരുന്നേ? മറ്റന്നാളാണീ വരാം. ഫീസ് അടച്ചില്ലെങ്കിൽ, പൈസ ഇല്ലെങ്കിൽ പറയണം. ഇല്ലടാ, പൈസ ഉണ്ട്. ഓ, ഹലോ ക്ലീറ്റോ. എന്നെ ഒന്ന് കേക്ക്. ഹലോ ക്ലീറ്റോ, കൊച്ചിന് സ്കൂള് തുറക്കാറേ. ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് പൈസ ഇടണോന്ന്. നാളെ ഇന്ന് പറ്റൂല ക്ലീറ്റോ, കളിക്കല്ലേ. ക്ലീറ്റോ ഒരു സാധനം മേടിച്ചിട്ട് ഇപ്പൊ അത് നിഷ വിളിച്ച അവന്റെ കൂടെ പഠിക്കണ കൊച്ചിന്റെ അമ്മ. അവരൊക്കെ ബുക്കും യൂണിഫോമും എല്ലാം മേടിച്ചു എന്ന് പറഞ്ഞു. ഇവന് എല്ലാ സാധനവും മേടിക്കണു. ഇനി പൈസ ഇല്ലെന്നാ. അപ്പൊ ക്ലീറ്റോന് അറിയില്ലേ ക്ലീറ്റോന് മകൻ ഉണ്ടെന്നും സ്കൂളിൽ വിടണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ക്ലീറ്റോനോട്. കനകന് കൊടുക്കാനേ, കനകനല്ല അവന്റെ തന്ത. ക്ലീറ്റോ കളിക്കല്ലേ ക്ലീറ്റോ, കൊച്ചിന്റെ ഫീസ് അടയ്ക്കണം ക്ലീറ്റോ, സാധനങ്ങൾ മേടിക്കണം ക്ലീറ്റോ. ഞാൻ എവിടുന്ന് മറിക്കാനാണ്?
ശരി ശരി ശരി, വേണ്ട വേണ്ട വേണ്ട, ഒന്നും ചെയ്യണ്ട. ക്ലീറ്റോന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ. ശരി, നിങ്ങൾക്ക് പാർട്ടിയും കാര്യങ്ങളും മാത്രം നടന്നാൽ മതിയല്ലോ. എന്ത് ചെയ്യാനാണ് ഈ മനുഷ്യനെ കൊണ്ട്? അയ്യ, എനിക്ക് ഞാൻ ഇവിടെ പോയി പൈസ കടപ്പാള ലിസ്റ്റും പൈസ തരൂ. ലിസ്റ്റ് ഞാൻ തന്നായിരുന്നല്ലോ നിന്റെ കയ്യില്. പൈസ തരൂ. ഈ ഡ്രോയിലുണ്ട്, എടുത്തോ. ഡ്രോയിൽ എന്റെ പേഴ്സ് കിടപ്പുണ്ട്. പേഴ്സ് ഇല്ലേ അതിനകത്ത്? ഒരു കാര്യം പറയാ, ലിസ്റ്റിലല്ലാത്ത ഒരു സാധനവും മേടിക്കരുത്. ഇത് ലിസ്റ്റ് എഴുതിയപ്പോ തൊട്ട് അന്നേരം തൊട്ട് തന്നെയല്ലേ പറയുന്നേ? എപ്പ പറഞ്ഞാലും നീ നിനക്ക് തോന്നിയതൊക്കെ മേടിച്ചിട്ട് വരൂല്ലേ? ലിസ്റ്റിലുള്ള ഒരു സാധനം മേടിക്കത്തില്ല. ആനമുട്ട. ആനമുട്ട 1000 രൂപ. എന്തേ? ഒരു തവണ സാധനം എഴുതി വെച്ചിട്ട് 1000 രൂപ എവിടെ കൊണ്ട് തകയും? 1000 രൂപ തികയും. 500 രൂപയുടെ ഒരു പക്ഷെ കുറവൊന്ന നാണക്കെടാർക്കാണ്. അങ്ങനെ ആണെങ്കിൽ വിലയുള്ളത് മേടിക്കണ്ട. നീ 1000-ന് കിട്ടണത് പൈസ ഇല്ലടാ. നീ എന്തീ പറയണത്? 1000 രൂപ കൊണ്ടൊക്കെ പലര് കടയിൽ പോയ കാലം വന്നു. ഓ, എനിക്ക് ഇതുപോലത്തെ ബാഗാണ് വേണ്ടേ. സ്പൈഡർമാൻ്റെ കണ്ട. എന്റെ പൊന്നെ, ഇതിനൊക്കെ ഭയങ്കര പൈസയാവും. ഇതൊന്നും വേണ്ട, സാധാരണ ബാഗ് കൊണ്ട് പോയാൽ മതി. സ്കൂളിൽ പോകുമ്പോ പൈസയാവും. പൈസ ഇല്ല, പൈസ ഇല്ല. എനിക്കിത് തന്നെ വേണം. ചന്തയിൽ പോകുന്ന പല കളറുള്ള സഞ്ചി ഉണ്ട്, അത് മേടിച്ചു തരും. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് റബ്ബർ ബാൻഡ് ഇട്ടാ പോയെ. ഇയാളും അങ്ങനെ തന്നെ പോയ മതി. എന്താണെന്ന് കൈ കാണിച്ച് അപ്പുറത്തെ കാണിക്കാൻ ചമ്മി പോയി. രണ്ടേയും കൂടെ കാണിച്ചു. ഇതാരേ ഇത്? എന്റെ. ഇയാടെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇയാടെ ആണെങ്കിൽ എന്താ? എന്റെ കോലം കണ്ടാ? ഞാൻ ക്ഷീണിച്ചു കാരണേ അങ്കിൾ എന്റെ ഫുഡ് എല്ലാം എടുത്ത് തിന്നുവാ. ഇയാടെ ഫുഡ് ഇയാടായി തന്നെ ഇരിക്കട്ടെ. ഇയാൾ കഴിച്ച് വലുതായിട്ട് ഇനി വന്നാ മതി. ഇനി മേല എന്റെ ഫുഡിലെല്ലാം കൈ വെച്ച ചന്തിക്കിഴി മുട്ടത്തോട് ഇപ്പോഴും ഇരിപ്പുണ്ട്. മുട്ടന്ന് വിരിഞ്ഞു വരട്ടെ കേട്ടോ. ഡാഡി ക്ലീറ്റാ മച്ചമ്മ എന്നോട് ഇങ്ങനെ പറയത്തില്ല. ഈ മുടിയല്ലടാ വാരി ഇങ്ങനെ മുഖത്തോട്ടിട്ട് ഈ മുഖത്ത് ഏതെങ്കിലും പെങ്കൊച്ചുകൾ നോക്കൂ. ഒരു ലൈനൊക്കെ വേണ്ടേ? എനിക്ക് ലൈനൊക്കെ ഉണ്ട്. എനിക്കുണ്ട്. കേക്ക് എങ്ങനെ ഇരിക്കുന്നു? ക്ലീറ്റോ മച്ചമ്പയുടെ പുറകെ ഓടിയത് പോലെയല്ല, ഇതിന്റെ പുറകെ കൊറേ ഓടും. ഇപ്പഴേ ഇങ്ങനെ അമ്മേന്റെ ബാഗ് സ്പൈഡർമാന്റെ. ഓ, കടയിൽ പോയിട്ട് വരുവോ? അയ്യോ, വർക്ക്ഷോപ്പിൽ ഒരു സാധനം പുറകിൽ അതുകൂടെ എടുത്തോണ്ട് പോവാ. തക്കുടു ഡാ. എന്താ? കുറച്ചു മുമ്പ് അങ്കിളിനോട് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ശരിയാണോ? അല്ല, ഞങ്ങള് തോപ്പിക്ക് വേണ്ടി ചുമ്മാ പറഞ്ഞ. ആടാ, അമ്മ മേടിച്ചു. എന്റെ മക്കളാണ്. പക്ഷെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഫാത്തിമ, അതെന്റെ ക്രഷ്. അതേ കാലത്തൊക്കെ ആവുമല്ലോ. എഴുന്നേറ്റാണ്. എന്താ നീ എന്ത് കരഞ്ഞാ? ഇല്ല, നീ കരഞ്ഞില്ലേ? പിന്നെ ഈ സമയത്ത് ഇപ്പൊ ഇവിടെ കിടന്ന എന്തിനാ? ഞാൻ എന്റെ പൊന്നെ, എന്റെ വീട്ടിലൊന്നും കിടക്കാൻ പാടില്ല എനിക്ക്. ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് കിടന്നു, അത്രേ ഉള്ളൂ. നീ അങ്ങ് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഒറ്റയ്ക്ക് ഒന്ന് കിടക്കാതെ അങ്ങോട്ട് നമുക്ക് അവിടെ ഇരിക്കാം. എനിക്കൊന്നും വയ്യ, എനിക്കൊരു മൂടില്ല. പോ. എടി, ഏത് സമയവും നിനക്ക് ഈ സങ്കടത്തിന്. ഞാൻ അതിന് എവിടെ സങ്കടപ്പെട്ടെന്ന് അമ്മ പറയുന്നത്? എടി, പിന്നെ നീ രാവിലെ അമ്പലത്തിൽ പോയി എന്തിന്? അമ്പലത്തിൽ പോയി എന്തിനാ? പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കാൻ തന്നെ, അല്ലാതെ നിനക്ക് വിഷമം കൊണ്ടാ പൈസ ഇല്ലാത്തോണ്ടൊന്നും അല്ലല്ലേ? അല്ലല്ലേ? അല്ല, എന്തെന്റെ പൈസ ഒക്കെ ഉണ്ട്, ഞാൻ എന്തിനാ വിഷമിച്ചിട്ട്? അമ്മ പോവാൻ നോക്കിക്കേ. പിള്ളേരടി, എനിക്കിപ്പോ എന്തിനാ പൈസ? മറ്റേ മൂത്ത കൊച്ചു ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളു.
അതിന് കുറേ പൈസ മുടക്കി. ഇനിയിപ്പം ഈ ചെറുക്കന് അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, ഫീസ് അടയ്ക്കണം, എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നത്. നീ ഒന്നും ആരെയും അറിയിക്കത്തില്ല. ഉള്ള കാര്യം സത്യം പറ. ഇതണ്ട പൈസ ഇല്ലെങ്കിലേ ഈ വള കൂടിത്തരാം. അമ്മ വള കയറ്റിട്ടേ അമ്മ, എനിക്ക് വളയും മാലയൊന്നും വേണ്ട. ഇതണ്ട ഇല്ലെങ്കിൽ കനകന്റെ അടുത്ത് ചോദിക്കുക, അവൻ പൈസ തരാന്ന് പറഞ്ഞിരിക്കുക. വേണ്ട, എനിക്ക് കനകൻ. എന്റെ അമ്മയെ ക്ലീറ്റോ പൈസ അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ അത് അടച്ചോളാം. അതിന് എപ്പോഴും വരുമെന്നും പറഞ്ഞ അയച്ചു തന്നിട്ടുണ്ടെന്ന്. തന്നിട്ടുണ്ട്. ക്ലീറ്റ അല്ലേ ആള്? അതെനിക്കറിയാം, നല്ലതുപോലെ അയച്ചത് അയക്കാത്തത്. അതൊന്നും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞയക്കാണ്ട് ക്ലീറ്റോടെ കാര്യമൊന്നും. വേണമെങ്കിൽ കനകന്റെ അടുത്ത് എനിക്ക് വേണ്ട. വേണമെങ്കിൽ ചോദിക്ക്. ഞാൻ അവസാനമായിട്ട് പറയാണ്. വേണ്ട വേണ്ട. ആ വേണ്ടെങ്കിൽ വേണ്ട. ഇത് നല്ല കാര്യമായി പോയി. നീ അവിടെ കിടന്നോ, പോ. ഞാൻ പോണു. ഹലോ തമ്പി ചേട്ടാ, എവിടെ ഇരിക്കണം നിങ്ങൾ? ഈ നാട്ടുകാരെയൊന്ന് മൊത്തം പൈസ വാങ്ങിച്ചിട്ട് വല്ലയിടവും പോയി കിടന്നു, ബാക്കിയുള്ളവനായിട്ട് കുത്തി ഒട്ടിക്കാനായിട്ട്. വാങ്ങിച്ചില്ല എന്നാ പിന്നെ എന്നെ ഇന്ന് ഇപ്പം വിളിച്ചും 2500 രൂപ നിങ്ങൾ വാങ്ങിച്ച് ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞത്. കിട്ടണ പൈസ മൊത്തം വെള്ളം അടിച്ച് തീർക്കുക, എൻ്റെ കയ്യിലൊന്നും കൊണ്ട് തരത്തുമില്ല. പിന്നെ കിടന്ന് ഞാൻ ഇനി എവിടെ പോയി ഈ പൈസയ്ക്ക്? നിങ്ങളൊന്ന് വരുമോ ഇങ്ങോട്ട്? ഇപ്പം 4 മണിക്കും കണ്ട വരുമെന്ന് പറഞ്ഞ് ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാൻ? എന്തേലും പറയുമ്പോൾ ഫോണും വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ? അയാളൊന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒന്നുമില്ല. എന്തൊറ്റി മുഖം വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. എന്തോ ഉള്ള പോലെ ഇല്ല, ഒന്നുമില്ല. ഞാൻ തമ്പിച്ചേട്ടനുമായിട്ട് വെറുതെ 1-2 പറഞ്ഞ് വഴക്കുണ്ടായിട്ടുണ്ട്. അല്ല അത് പിന്നെ ഒന്നുമില്ല. ഒരു ചിറ്റ് വീണേ, ഞാൻ പറഞ്ഞു സ്വർണം വാങ്ങിക്കാന്ന്. ഇപ്പൊ തമ്പിച്ചേട്ടൻ പറയണു തമ്പിച്ചേട്ടന് വണ്ടി വേണോന്ന്. വല്ല പക്ഷെ സ്വർണം മേടിക്കണതായിരുന്നു നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിന്നത്. ഈ ചിട്ടി പൈസ കിട്ടിയോ? കിട്ടി ഇന്ന് കിട്ടി. ആണല്ലേ? എന്ത് തങ്കം? ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ അവിടെ നിന്ന് വെറുതെ സുചേച്ചിനെ കാണാന്ന് വിചാരിച്ച് വന്നു. പിന്നെ മോനെ ഞാൻ വേറെ സ്കൂളിലാക്കാൻ പോവാ കേട്ടോ. അവൻ അവിടെ പഠിച്ചോണ്ടിരുന്ന സ്കൂളില് LKG UKG ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ വേറെ സ്കൂളിലോട്ട് ആക്കണം. സ്കൂളിൽ മോള് പഠിച്ചെടുത്ത് തന്നെ? അതെ. അല്ല, മോള് പഠിച്ചെടുത്തല്ല, വേറെ സ്കൂളിലോട്ട് ആക്കണത്. കുറച്ചുകൂടി നല്ല സ്കൂളിൽ, ഇനിയിപ്പോ നല്ല സ്കൂളിൽ പഠിപ്പിക്കണ്ടേ. പിന്നെ ചേച്ചി ഈ സ്കൂളിൽ എന്ന് പറഞ്ഞാലേ ഇച്ചിരി ഫീസ് കൂടുതലാ. അപ്പം ക്ലീറ്റോ ഇപ്പൊ ഇവിടെ ഇല്ല. ക്ലീറ്റോന് നോക്കുമ്പോ ക്ലീറ്റോന് പൈസ അയക്കാൻ പറ്റുന്നില്ല. പൈസ ബാങ്കിൽ കൂടി വരുന്നില്ല. എന്താണ് മറ്റേ പേ ഒക്കെ ഉണ്ടല്ലോ ഫോണിൽ കൂടെ, അതൊക്കെ ബ്ലോക്ക് ആയി പോയി ഇന്ന്. അപ്പൊ അതുകൊണ്ടിട്ട് ഇപ്പൊ ചേച്ചിക്ക് ചിട്ടി കിട്ടിയെങ്കിലേ ഒരു 15 രൂപ ഒന്ന് മറിച്ച് തരാമോ? ഞാനൊരു മറ്റന്നാള് ബുധനാഴ്ച അങ്ങ് തിരിച്ചു തരാം. തരണോണ്ട് കുഴപ്പമൊന്നുമില്ല തങ്കം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, സത്യത്തിൽ എനിക്ക് ചിട്ടിയൊന്നും കിട്ടിയില്ല തങ്കം. ഈ മനുഷ്യനാണെങ്കിൽ ആരെയൊക്കെ പൈസ കടം വാങ്ങിച്ച് ഇപ്പം അതാ എന്നെ ഒരാൾ വിളിച്ച് വച്ചതേ ഉള്ളൂ അങ്ങോട്ട് 2500 രൂപ ഞാൻ ഇപ്പം കൊടുക്കണമെന്ന്. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാണ്? ഞാൻ പിന്നെ തങ്കത്തിൻ്റെ കൂടെ ഈ വിഷമം പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു കള്ളം പറഞ്ഞത്, ചിട്ടി വീണെന്ന്. സത്യം എനിക്ക് വീണില്ല തങ്കം, ഞാൻ ഇങ്ങനെ ചുമ്മാ പറഞ്ഞതാണ് നിന്നോട്. കുഴപ്പമില്ല, സത്യമായിട്ട് വീണില്ല തങ്കം. ഞാൻ വെറുതെ അപ്പോഴത്തെ ഒരു ഇതിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വിഷമിക്കണ്ട. വരുന്നടാ. ശരി ട്ടാ. കുഴപ്പമില്ല, എനിക്ക് വിഷമില്ല, എനിക്ക് മനസ്സിലായി. ഹലോ, ഒന്ന് വാ അമ്മേ. വരുവല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങ് വരുന്നത്. അമ്മ പെട്ടെന്ന് വാ, അതുകൊണ്ട് ഡാഡി വിളിക്കുന്നു. ഓ, താടി എന്തിനു വിളിക്കണതാ? എനിക്ക് അറിഞ്ഞൂടെ. എന്താ? ഞാൻ എവിടെയാ? നിങ്ങൾക്ക് എന്താ? ഇനി വിളിക്കണ്ട ഇങ്ങോട്ട്. ഞങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പൊക്കോളാം. പൈസ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്കൂളിന്റെ ആവശ്യങ്ങൾ എന്താ വെച്ചാ ചെയ്യേ. അപ്പൊ പൈസ ഇല്ലാന്ന് പറഞ്ഞ എന്താ പിന്നെ? എന്റെ തങ്ക, ഞാൻ 100 കൂട്ടം തിരക്കിൽ നിൽക്കണതിനിടയിൽ വിളിച്ചിട്ട് അത് വേണം ഇത് വേണം കീറ്റോ എന്ന് പറയണ്ടെന്ന് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? അപ്പൊ എന്തായാലും ഇട്ടല്ലേ നീ കാര്യങ്ങൾ നടത്ത്. പിന്നെ ഇനി വേറെ എന്തെങ്കിലും പറയാണ്ടോ? ഇല്ല. എന്നാ ശരി, വെച്ചേരെ. അല്ല ക്ലീറ്റോ, സ്പൈഡർമാന്റെ ബാഗ് വേണ്ടേ? ഇന്ന് വീട് റെഡി ആവടാ. പൈസ കിട്ടിയടാ, നമുക്ക് പൈസ കിട്ടിയടാ. ഡാഡി സൂപ്പറാണെന്ന് എനിക്കറിയാം.